വെള്ളം തരുമോ? വെള്ളം, കുറച്ചുകൂടി കുറച്ചുകൂടി വെള്ളം. ചോരയുടെ ഉളുമ്പ് മണം, അമ്മയുടെ, പെങ്ങളുടെ, മകളുടെ. 7 കടലുകളിലെ ജലവും അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും മതിയാവുകയില്ല ഈ മനുഷ്യന്റെ, അല്ല ഈ പുരുഷന്റെ കൈകൾ ശുദ്ധമാക്കാൻ. സ്വന്തം മകൾക്ക് പോലും ഇന്ന് ഈ പുരുഷന്റെ മുന്നിൽ നിൽക്കാൻ വിശ്വാസമില്ലാതായിരിക്കുന്നു. ഭയപ്പെടുത്തുന്ന വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് പഴമയുടെ മുഴക്കമുള്ള ഒരു യുദ്ധരാഗം ഓർത്തുപോകുന്നു. പ്രസിദ്ധമായ രാമായണ കഥയും വയലാറിന്റെ രാവണപുത്രി മിഴചേർത്ത ഒരു രംഗാഖ്യാനം. ജ്യേഷ്ഠ രാവണ, കണ്ണിരുപതം നിറച്ച് കണ്ടോളൂ. മൂക്കും മുലയും മറ്റ് കുരുതിക്കളം പോലെ നിന്റെ മുന്നിൽ രാവണ ഈ അനുജത്തി ശൂർപ്പണഖ. എവിടെ നിന്റെ ഇടത്തിൽ പാർന്ന ചന്ദ്രഹാസം? ഒന്നുമില്ല രാവണ നിന്റെ കയ്യിൽ. പൊന്നുപെങ്ങളുടെ ചോരയ്ക്ക് മറുപടി പറയാൻ ശൂർപ്പണഖേ, നിന്റെ ചോരത്തലപ്പുള്ള ചോദ്യങ്ങൾ ഊണിലും മുറക്കിലും എന്നെ വേട്ടയാടുന്നു. സാരഥേ, രഥമൊരുക്കി നിർത്തുക. മഹാരഥനായ മേഘനാഥനെ പുറകിൽ നിർത്തിക്കൊണ്ട് അവന്റെ അച്ഛൻ ഈ രാവണൻ പടനയിക്കും. അച്ഛൻ രാവണൻ ആരുടെയൊക്കെ അച്ഛനാണ്? ഇന്ദ്രജിത്തിന്റെ, അതികായന്റെ, അക്ഷകുമാരന്റെ? മതിയോ? ഒരു പേര് കൂടി ഉച്ചരിക്കാൻ ബാക്കിയുണ്ടെന്ന് ദേവർഷി നാരദരല്ലേ പറഞ്ഞത്? നാരായണ. ഹേ ഹേ രാവണ പ്രഭോ, അന്തിമ യുദ്ധത്തിന് ഒരുങ്ങിയിറങ്ങും മുമ്പ് ഒരു രഹസ്യം, ശുഭരഹസ്യം അറിയിച്ചു കൊള്ളട്ടെ. അശോകവനിയിൽ അങ്ങ് കൊതിയോടൊളിപ്പിച്ചു വെച്ച ആ സ്ത്രീ രാമപത്നിയായ സീത, അവൾ അങ്ങയുടെ മകളാകുന്നു. നാരായണ. സീതയുടെ അച്ഛൻ ഈ രാവണൻ സ്വന്തം മകളെ അന്തഃപുരത്തിൽ പട്ടമഹിഷിയായി കുടിയിരുത്താൻ ശ്രമിച്ച അച്ഛൻ. മോളെ സീതേ, നിന്റെ അമ്മയുടെ, വേദവതിയുടെ നിസ്സഹായമായ നിലവിളി ഇപ്പോഴും എനിക്ക് കേൾക്കാം. അന്ന് അഹന്തയുടെ അഗ്നിപർവ്വതം പോലെ ഞാൻ ഹിമവൽ സാരുക്കളിൽ ചുരമാന്തി നടന്ന കാലം. പുരുഷകാമനകളുടെ ലാവാ പ്രവാഹത്തെ ഒരുമിച്ച് കുത്തിയിളക്കുന്ന സ്ത്രീ ശരീരത്തെ, വേദവതിയെ ഞാൻ തൊട്ടോ? അരുതേ, മറ്റൊരാൾക്ക് വേണ്ടി വ്രതം നോറ്റിരിക്കുന്ന കാട്ടുപെണ്ണാണ് ഞാൻ. അരുതേ, അരുതേ. ഇനി എന്തു യുദ്ധം, ഏതു വിജയം? വേദവതിയുടെ പ്രിയപുത്രി സീതയുടെ നിലവിളികൾ ഈ രാവണനെ എന്നേക്കുമായി തോൽപ്പിക്കുകയാണല്ലോ. എന്ത്? അസുരകുലത്തിന്റെ രക്ഷകൻ രാവണൻ പരാജയത്തെ കുറിച്ച് ആശങ്കപ്പെടാൻ തുടങ്ങിയെന്നോ? രാവണ, നിന്റെ പ്രിയപുത്രൻ മേഘനാഥൻ പടക്കളത്തിൽ മറുകൈ തുണയില്ലാതെ നിൽക്കുമ്പോൾ നിനക്ക് പിന്മടങ്ങാനാകുമോ രാവണ? മുത്തച്ഛ, മേഘനാഥൻ ഒറ്റയ്ക്ക് പടകളത്തിൽ, അതും അവന്റെ അച്ഛൻ ഈ രാവണൻ ജീവിച്ചിരിക്കുമ്പോൾ? ഇല്ല, ഞാൻ പുറപ്പെടുകയായി. മുഴങ്ങട്ടെ കൊമ്പും കുഴലും ജയഭേരിയും. മത്തകജങ്ങൾ മുമ്പിൽ, തൊട്ടുപിറകിൽ രഥങ്ങൾ, വ്യൂഹമധ്യത്തിൽ അശ്വാരൂഢർ, ഏറ്റവും പിറകിൽ കാലാൾ. എല്ലാറ്റിനും മുന്നിലായി ധികൃത ചക്രപരാക്രമിയായ ഈ രാവണൻ. ആരാ വഴിമുടക്കി നിൽക്കുന്നത്? പ്രഭു, മേഘനാഥകുമാരനും. മകനെ മേഘനാഥ, ഈ അച്ഛന്റെ ഏത് പാപമാണ് മകനെ നിന്നെ മരണത്തിലേക്ക് തള്ളിയിട്ടത്? രാമ, പറ്റുമെങ്കിൽ പ്രതിരോധിച്ചോളൂ. ദേവകുലാന്തകനായ രാവണനെ, കൽപാതിരുദ്ധന്റെ കൈലാസത്തെ ഇരു കൈകളിലിട്ടമ്മാനമാണ് രാവണനെ. രാമ, നേർക്കുനേർ നിൽക്കുക. എന്റെ കൈകളും കണ്ണുകളും ലക്ഷ്യം മറന്നു പോകുന്നല്ലോ. മോളെ സീതേ, എവിടെ ഇരുന്നാണ് നീ വിതുമ്പുന്നത്? വയ്യ, നിന്റെ പ്രിയതമന് നേരെ ഈ അച്ഛന് വയ്യ. രാമ, രാവണൻ ഒരുങ്ങിക്കഴിഞ്ഞു നിന്റെ നിശിത ബാണങ്ങൾ ഏറ്റുവാങ്ങാൻ. മുറിഞ്ഞു വീഴട്ടെ ഓരോന്നോരോന്നായി ക്ഷാത്ര തഴമ്പുള്ള കൈകൾ, അഹങ്കൃതിയുടെ ശിരസുകൾ. ഒടുവിൽ സ്വപ്നങ്ങളെയും പാപങ്ങളെയും ഒരുപോലെ ലാളിച്ച ഈ രാവണ ഹൃദയം.
എന്ന വിളിയിൽ സ്വയം ശുദ്ധനായ അസുരരാജാവിന് വീരജരോചിതമായ മോക്ഷം അനുവദിച്ചിരിക്കുന്നു ഇതിഹാസം. പക്ഷെ ഇയാൾക്കോ, ഇന്നത്തെ പുരുഷനോ, വെള്ളം തരുമോ? വെള്ളം, കുറച്ചുകൂടി വെള്ളം. ചോരയുടെ ഉളമ്പ് മണം, അമ്മയുടെ, പെങ്ങളുടെ, മകളുടെ. നന്ദി, നമസ്കാരം.